നമസ്കാരം. കേരളത്തിൽ പാലിന് വില കുത്തനെ വർദ്ധിക്കുകയാണ്. ഒരു കാലിച്ചായ കുടിക്കണമെങ്കിൽ നമുക്ക് 15 രൂപയെങ്കിലും വേണം ഈ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ, അല്ലെ? പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുമ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസ ആ പൈസ ഭീമമായിട്ടുള്ള തുകയാണെങ്കിൽ പോലും ക്ഷീര കർഷകർക്ക് ഈ വില വർധനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകും എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, അല്ലെ? അതായത് ക്ഷീര കർഷകർക്ക് അർഹതപ്പെട്ട ഒരു നല്ല പൈസ കിട്ടണം എന്നാണല്ലോ UDF സർക്കാരും VD സതീശനും ഒക്കെ ആവർത്തിച്ച് പറയുന്നത്. ഈ വില വർധനവിനെതിരെ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പ്രതിഷേധ ശബ്ദമൊക്കെ ഉയർത്താത്തതെന്നൊക്കെയാണ് UDF പറയുന്നത്. എന്നാൽ സത്യത്തിൽ ക്ഷീര കർഷകർക്ക് അർഹതപ്പെട്ടിട്ടുള്ള തുക അവരുടെ പാലിന് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഒരു ക്ഷീര കർഷകന്റെ ഒരു പ്രതികരണം കാണാം. ആ ക്ഷീര കർഷകൻ ഇന്നലെ തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണ്, രാഹുലെ, പൊതുവെ ഞങ്ങൾക്ക് അർഹതപ്പെട്ട തുകയൊന്നും ലഭിക്കുന്നില്ല, മിൽമ പാലിന് റേറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. രാവിലെ ഇന്ന് അവർ അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി. അപ്പൊ നമുക്ക് ഈ ക്ഷീര കർഷകരുടെ പ്രതിഷേധം ഒന്ന് കാണാം. ചെറിയ അവർ മൊബൈലിലാണ് എടുത്തത്, അതുകൊണ്ട് ശബ്ദത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ കർഷകരുടെ പ്രതിഷേധം കാണാം. ജൂൺ 1-ാം തീയതി മുതൽ പാലിന്, എന്നാൽ മെയ് 28-ാം തീയതി മുതൽ പാലിൻ്റെ വില 2 രൂപയും 3 രൂപയും. എനിക്ക് മെയ് 28-ാം തീയതി വരെ രാവിലത്തെ പാലിന് 42.80, വൈകിട്ടത്തെ പാലിന് 44.80 കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ രാവിലത്തെ പാലിന് 40 രൂപയും വൈകിട്ടത്തെ പാലിന് 41 രൂപയാണ് കിട്ടുന്നത്. 1 രൂപ പോലും ഈ പത്രമാധ്യമങ്ങളുടെ വില കൂട്ടിന്ന് പറയുകയല്ലാതെ വന്നിട്ടില്ല. ഞാനിവിടെ 20 ലിറ്റർ പാൽ ഒരു ദിവസം ഇവിടെ അടക്കുന്നുണ്ട്. 20 ലിറ്റർ പാൽ അടക്കുമ്പോൾ 40 രൂപ എനിക്കും മിനിമയ്ക്ക് 24 രൂപ കൂട്ടിയാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 50% കൂടുതൽ വർദ്ധനവ്. എൻ്റെ ഒരു കർഷകരിൽ നിന്ന് തന്നെ മിനിമയ്ക്ക് കിട്ടുന്നത് 480 രൂപ ലാഭമാണ്. എൻ്റെ ഒരാളിൽ നിന്ന് 480 രൂപയാണ് ലാഭം കിട്ടുന്നത്. എനിക്കൊരു ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കണമെങ്കിൽ 48 രൂപ മുടക്കുന്നവരുണ്ട്. 1 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കണമെങ്കിൽ 8 രൂപ നഷ്ടത്തിന് 40 രൂപയാണ് ഞാനിവിടെ പാൽ കൊടുക്കുന്നത്. ഒരു ദിവസം 160 രൂപ നഷ്ടത്തിനാണ് ഞാനിവിടെ പാൽ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ 200ഓളം കർഷകർ ആദ്യകാലത്ത് ഇവിടെ പാലടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പാലടക്കാൻ 10-ൽ കൂടുതൽ ആളുകൾ മാത്രമേ ഉള്ളൂ. ഇതുപോലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ക്ഷീരകർഷകർ ആരും തന്നെ പാലടക്കാൻ ഇവിടെ വരാതെ പോകും. ഞങ്ങൾ പറയുന്നത് ഒരു 50% കൂടുതൽ വർധന മിൽമ എടുക്കുന്നത് കുറച്ചുകൊണ്ട് പാലിൻ്റെ വില 50 രൂപ ലിറ്ററിന് അടിസ്ഥാന പാൽവില നിശ്ചയിക്കണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഈ കാര്യം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ഏറ്റെടുക്കുകയും ക്ഷീരകർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ മിൽമയ്ക്ക് നമ്മൾ ക്ഷീരകർഷകരുടെ പാൽ അറിയില്ലെങ്കിലും മിൽമയുടെ പാക്കറ്റ് പാൽ ധാരാളമായി വിപണിയിൽ മറ്റു പാലുകളുമുണ്ട്. നമുക്ക് മുന്നനുഭവമുണ്ട്. നമ്മുടെ അടുത്ത ഷാപ്പുകളിൽ ഒരു കാലത്ത് ചെത്തുകാരൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ചെത്തുകാരൻ പോലും നമ്മുടെ ഷാപ്പുകളിലില്ല. എന്നിരുന്നാലും എല്ലാ ഷാപ്പിലും ഏത് സമയത്തും കല്ല് ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ ചുറ്റളവിൽ നമുക്കൊരു കറിക്കരയ്ക്കാൻ തേങ്ങയില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ നോക്കിക്കോ, നമ്മുടെ ചുറ്റുപാടുകളുള്ള എല്ലാ പ്രദേശത്തും മുക്കിന് വെളിച്ചെണ്ണ കടകളുണ്ട്. അതുപോലെ തന്നെ പാലിവിടെ കൃഷിക്കാരറിഞ്ഞില്ലെങ്കിലും ഇഷ്ടംപോലെ പാല് മിൽമ ഇവിടെ ഇറക്കും. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ പരിസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്താലും അത് നമ്മുടെ മക്കൾക്ക്, ഭാവി തലമുറയ്ക്ക് വളരെ അപകടമായ അവസ്ഥ ഉണ്ടായിരുന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ അമിതമായ രാസവള പ്രയോഗങ്ങളുടെ കീടപ്രയോഗം കൊണ്ട് നമ്മുടെ മണ്ണ് മരിച്ചുപോയ ആ അവസ്ഥയിൽ നമ്മുടെ കോവിഡോട് കൂടി തന്നെ ആളുകൾ കാർഷിക മേഖലയിലേക്ക് എത്തപ്പെടുകയും ജൈവ വളപ്രയോഗ രീതി വലിയ അവലംബിക്കുകയും ചെയ്തതോടുകൂടി കാർഷിക മേഖല വീണ്ടും പുനരുദ്ധരിച്ചു വന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ ക്ഷീരകർഷകർ ഇല്ലാതാവുന്നതോടുകൂടി കാർഷിക മേഖലയിലേക്ക് ജനങ്ങൾ വരാതാവുകയും വീണ്ടും നമ്മുടെ കാർഷിക മേഖല തകർന്ന് തരിപ്പണാവുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയും ഇതിൽ ഇടപെട്ടുകൊണ്ട് ക്ഷീരകർഷകർക്ക് പാലിൻ്റെ വില, അടിസ്ഥാന വില 50 രൂപയാക്കി നിശ്ചയിക്കണമെന്നും ഇപ്പോൾ വർദ്ധിച്ച പാലിൻ്റെ വില ആളുകൾക്ക് കൂട്ടിക്കിട്ടണമെന്നും ഞങ്ങൾ വിനയപൂർവ്വം ക്ഷീരകർഷകർ അപേക്ഷിക്കുകയാണ്.
ഞങ്ങൾക്ക് ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഒന്നെങ്കിൽ 60 രൂപ പാല് വിൽക്കുക, അതല്ലെങ്കിൽ കർഷകർക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും വില കൂട്ടി തരണം. അതുപോലെ ഇപ്പം നമ്മൾ കേരളത്തിൽ പാല് ആരും അളക്കണമെന്നില്ല, തമിഴ്നാട്ടിൽ നിന്ന് പാല് വന്നോളും. ഇവിടുത്തെ ആരുടെയും പാല് വേണ്ട മിൽമയ്ക്ക്. കാരണം ഇപ്പം പാലക്കാട് നിന്ന് കള്ളു തന്നില്ലേ, ആ എല്ലാ ഷാപ്പിലും കള്ളില്ലേ, അതുപോലെ ഇവിടെയും കൃത്രിമ പാല് വരുന്നുണ്ട്. ഇതാണ് മിൽമയ്ക്ക് ആവശ്യം. ഈ മാസം മുതൽ 4 രൂപ 5 രൂപയുടെ കുറവാണ് പാലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ആ റീഡിങ് ഫാക്റ്റും കാണിക്കുന്നില്ല. ആദ്യം 4-8 ഫാക്ട് കാണിക്കണമെങ്കിൽ ഇപ്പോൾ 3-2 ഫാക്ട് കാണിക്കണം. ഈ ഫാക്ട് കാണിക്കാനായിട്ട് ആ മെഷീനിൽ എന്തോ അവർ കൃത്രിമം ചെയ്തുകൊണ്ടാണ് കർഷകന് മനസ്സിലാവുന്നത്. 56 രൂപ പാലിന് വില കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ എത്ര രൂപയ്ക്ക് പാല് ഇപ്പം മേടിക്കുന്നത്? എത്രയ്ക്ക് പാല് മേടിക്കണേ? 64 രൂപ. ഇവിടെ ഏതെങ്കിലും കർഷകന് 50 രൂപയിൽ കൂടുതൽ വില കിട്ടുന്നുണ്ടോ? 40 രൂപ വില കൂടുതൽ. 40 രൂപ 56 രൂപ കിട്ടിക്കൊണ്ടിരുന്ന പാലിനാണ് ഇപ്പൊ 51 രൂപ. 56 രൂപ എനിക്ക് പാലിനുണ്ടായിരുന്നു. അതിപ്പോ 51 രൂപ. മിൽമ കൊടുക്കുന്ന 64 രൂപ. ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ഇതൊക്കെ ഒന്ന് കാണേണ്ടതുണ്ട് കേട്ടോ. ലോക ക്ഷീരദിനാശംസകൾ എന്നൊക്കെ പറയുന്ന ബിന്ദു കൃഷ്ണ സത്യത്തിൽ കുറച്ചുകൂടി അടിത്തട്ടിലേക്ക് ഇറങ്ങി ഇത്തരം ആളുകളുടെയൊക്കെ അവസ്ഥ ഒന്ന് കുറച്ചുകൂടി മനസ്സിലാക്കി അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള അത്തരം തുക അവർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. പാലിന് വില വർദ്ധിപ്പിക്കാൻ, മിൽമയുടെ റേറ്റ് വർദ്ധിപ്പിക്കാനൊക്കെ കാണിക്കുന്ന ഈ ശുഷ്കാന്തി ഈ പാവങ്ങളെ ഒന്ന് സംരക്ഷിക്കാനും ഇവർക്ക് ആവശ്യമായിട്ടുള്ള അർഹതപ്പെട്ടുള്ള തുക ലഭിക്കാനും ലഭ്യമാക്കാനും ഒക്കെ വേണ്ടി ഒന്ന് പ്രവർത്തിക്കാൻ കൂടി നിങ്ങളൊന്ന് സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അവിടെ മാത്രമല്ല ഇവിടെ ഒരേ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നും മൈക്കിന് മുമ്പിൽ നിന്നും ഞങ്ങൾ അവർക്കൊപ്പമാണ്, ക്ഷീര കർഷകർക്കൊപ്പമാണെന്നൊന്നും പറഞ്ഞതുകൊണ്ടായില്ല. ഇവർ കൂടി പറയണം നിങ്ങൾ ഞങ്ങൾക്കൊപ്പമാണെന്ന്. അപ്പൊ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സത്യത്തിൽ ഇങ്ങനെ പലരും പല രീതിയിലും പ്രതിസന്ധി അനുഭവിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആർക്കൊപ്പമാണ്? കോർപ്പറേറ്റുകൾക്കൊപ്പമാണോ എന്ന് ചോദിക്കാതെ വയ്യ. കാരണം ഈ ഭരണം ആരംഭിച്ചത് മുതൽ കാണുന്നത് കോർപ്പറേറ്റ് നയങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾ മുതലാളിത്ത ഭരണത്തിനൊപ്പമാണെന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തി നിങ്ങൾ തീവ്ര വലതുപക്ഷമാണെന്ന് ഞങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, വിലകയറ്റത്തിന്റെ അങ്ങേയറ്റത്തിലേക്ക് തട്ടിവിടുന്ന, സാധാരണക്കാരന് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു സർക്കാർ അമ്പേ പരാജയമായി മാറിയിരിക്കുന്നു ഒരു മാസം കൊണ്ടെന്ന് പറയാതെ വയ്യ. ഒരു വില വർധനവിനെതിരെയും ഒരു രീതിയിലുള്ള പ്രതിഷേധ ശബ്ദവും ഉയർത്താതെ നിങ്ങൾ ഈ കാണിക്കുന്ന മൗനം, ഈ മൗനി മോഡ്, അത് സത്യത്തിൽ നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. പാവപ്പെട്ട കർഷകരാണ് ക്ഷീര കർഷകര്. അവര് രാവിലെ എഴുന്നേറ്റ് ഈ പാല് കറന്ന് വണ്ടിയിലാണ് ഇവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്. നമുക്കറിയാമല്ലോ എത്ര ബുദ്ധിമുട്ടിയാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാം. ഇന്ന് ക്ഷീര കർഷകരുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ തള്ളിനൊരു കുറവും ഈ സർക്കാരിനില്ല എന്നുള്ളതാണ്. തള്ളി മുറയ്ക്കുമ്പോൾ ഇവർക്കൊപ്പമാണ് ഈ പാല് കറക്കാൻ പോകുന്ന കർഷകർക്കൊപ്പം ഇവരൊക്കെ ഈ സർക്കാർ ഒരു സംഘം അങ്ങ് പോയി ഇവരെ സഹായിക്കുന്ന രീതിയിലേക്കാണ് ഇവരെ സംസാരം കേട്ടാ തോന്നുന്നത്. പക്ഷെ പ്രവൃത്തിയിലോ ഇതൊന്നും കാണാനില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിലൊക്കെ ഒന്ന് കാര്യമായിട്ട് ഇടപെടണമെന്ന് ബിന്ദു കൃഷ്ണയെ ഓർമ്മപ്പെടുത്തുകയാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സർക്കാർ ആയിരിക്കണം, അല്ലാതെ താഴെത്തട്ടിലുള്ള ആളുകളെ, ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരായി മാറരുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.